എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് റൊവനമിന്ന് ലെവിയിലോട്ടാണ്. അപ്പം നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യുന്നത് ഒനി ബസ്സിലാണ്. അതിൽ പെർ ഹെഡ് 28 യൂറോ ആണ് ആയത്. പിന്നെ നമ്മൾ അഡീഷണൽ 2 യൂറോയും കൂടെ പേ ചെയ്യുമ്പോൾ നമുക്കുള്ളൊരു ടേബിൾ സീറ്ററും കൂടെ കിട്ടും. അപ്പം നമ്മൾ അവിടുന്ന് യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ എത്തി. എറൗണ്ട് 2.5 അവർ യാത്രയായിരുന്നു. ഇതൊരു കുഞ്ഞൊരു ടൗണാണ് കേട്ടോ. എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നമ്മളുടെ ഹോട്ടലിലേക്ക് നമ്മൾ പോകാൻ ജസ്റ്റ് നടന്നു പോകാനുള്ള വാക്കിംഗ് ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ നമ്മളുടെ ഹോട്ടലിലേക്ക് എത്തി. ഇതാണ് നമ്മളെ ഹോട്ടൽ. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുല്ലു പോരോ. ശരിക്കും പറഞ്ഞാൽ ഇതാണോ പ്രൊനൗൺസിയേഷൻ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രേസി റെയിൻഡിയർ. പേര് പോലെ തന്നെ അതൊരു കുഞ്ഞു ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ മെയിൻ റിസപ്ഷൻ. നല്ല സൂപ്പർ വൈബായിരുന്നു. നല്ല അടിപൊളി വൈബ്. അതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് കാണുന്നതാണ് നമ്മളുടെ സ്കീയിങ്ങിനുള്ള ഒരു കുഞ്ഞ് സ്ലോപ്പാണത്. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് വന്ന് കീ വാങ്ങിച്ചു, ചെക്ക് ഇൻ ചെയ്തു. പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ വാങ്ങി. എന്നിട്ട് നമ്മൾ നമ്മളുടെ കോട്ടേജിലേക്ക് പോവുകയാണ്. ഇത് നമ്മളുടെ കോട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻഡിയർ കോട്ടേജ് ആണ്. ഇതൊരു ഫുൾ ഫോറസ്റ്റിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളുടെ ഫോറസ്റ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും നടക്കാം. അവിടെ റെയിൻഡിയർ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നടക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മളുടെ റൂമിലോട്ട് ചെന്നു. എന്നിട്ട് നമ്മൾ അവിടുത്തെ ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടു. ശരിക്കും നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഈ കാണുന്ന കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന കോട്ടേജ്. നല്ല അടിപൊളി വൈബായിരുന്നു. ചുറ്റും മഞ്ഞ് നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അതിന് ശേഷം നമ്മൾ അകത്ത് ചെന്ന് ഒന്ന് സെറ്റായതിന് ശേഷം നമ്മൾ പുറത്തെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങി. അന്ന് നമ്മൾ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തില്ലായിരുന്നു കേട്ടോ. കാരണം ഓൾറെഡി ഇരുട്ടിയായിരുന്നു ഞങ്ങൾ ചെന്ന് സെറ്റായപ്പോഴത്തേക്കിന്. പിറ്റേ ദിവസം മോർണിംഗ് റെഡിയായി. നമ്മൾക്ക് ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആയിരുന്നു. സൺഡേ ആയതുകൊണ്ട് 10:30 വരെ ഉണ്ടായിരുന്നു. അല്ലാത്ത പക്ഷം 10 o'clock വരെ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൊഫേ ആയിരുന്നു. നല്ല നല്ല ഫുഡായിരുന്നു. നല്ല ക്വാളിറ്റി നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. അതിനുശേഷം നമ്മൾ നമ്മളുടെ സ്കീയിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ സാധാരണ നമ്മൾ ബഗ്ഗിയൊക്കെ കാണുന്നത്. ഇത് ഇവിടുത്തെ സ്ലെഡ്ജ്. ബേബീനെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ സ്ലെഡ്ജിനാണ്. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുവരുന്നത് ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തിലാണ് കണ്ടത് കേട്ടോ. ഞാനും ഒന്ന് ട്രൈ ചെയ്തു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അർജൻറ്റ എന്നെ വലിച്ചോണ്ട് വന്നത്. ശരിക്കും എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പോയി. അധികം ദൂരമൊന്നുമില്ല. എല്ലാ മെയിൻ ടൗണിൽ തന്നെ സ്കീയിങ്ങിനുള്ള ആക്ടിവിറ്റീസ് കിട്ടുന്ന എല്ലാ ഷോപ്സും അവൈലബിൾ ആണ്. എനിക്കൊരു കൊച്ചു ബേബിയെ പോലെ തോന്നിയത്. ആ കാണുന്നതാണ് നമ്മുടെ സ്കീയുടെ സ്ലോപ്പ്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമ്മളുടെ വേണ്ട നമ്മുടെ സ്കീക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സ് നമ്മൾ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്യാൻ അവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പം എല്ലായിടത്തും റേറ്റും അതുപോലെ തന്നെ സെയിം തന്നെയാണ് കേട്ടോ. ഏകദേശം സെയിം റേറ്റുകൾ തന്നെയാണ്. പിന്നെ മാക്സിമം നമ്മൾ എടുക്കുമ്പം 3 അവറിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഫുൾ ഡേയ്ക്കും, എക്യുപ്മെൻറ്റ്സ് എല്ലാം 1 ഡേയും, പിന്നെ സ്കീക്കുള്ള പാസ് എന്ന് പറയുന്നത് 3 അവർ
അതാണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പം നമ്മൾക്ക് കാണാമല്ലോ ഈ പുറകിൽ ലിഫ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത് ഷോപ്പിൽ കയറി. ഷോപ്പിൽ ചെന്നിട്ട് നമ്മളുടെ സൈസിനുള്ള ഷൂസ് എല്ലാം അവർ തരും. നമ്മൾ ആദ്യമേ തന്നെ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പം നമ്മൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടുന്ന് ഷോപ്പിൽ നിന്ന് തരും. ഒരാൾക്ക് 28 യൂറോ ആണ് പെർ ഡേ എക്യുപ്മെൻറ്റ്സിന്. പിന്നെ പാസിന് 48 യൂറോയാണ്. 3 അവർ പാസ്സാണത്. അങ്ങനെ ഞങ്ങൾ സ്കീയുടെ ആക്ടിവിറ്റീസിൻ്റെ ബൂട്ടൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നടക്കാനേ പറ്റുന്നില്ലായിരുന്നു. കാരണം നമ്മൾക്കിത് എക്സ്പീരിയൻസ്ഡ് ഇല്ലല്ലോ. അപ്പോൾ അത് ഭയങ്കര പാടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് അവിടെ ഒരു ഇതുണ്ട്, മാപ്പുണ്ട്. നമ്മൾ ആ മാപ്പ് നോക്കിയിട്ട് മനസ്സിലാക്കിയത് അവിടെ ഈ സ്ലോപ്പുകളെല്ലാം തന്നെ പല പല സ്ലോപ്പുകളുണ്ട്. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളതുണ്ട്, ഈസി ആയിട്ടുള്ളതുണ്ട്. അങ്ങനെ ഞങ്ങൾ സൗത്ത് പോയിന്റിലോട്ട് പോയി. കാരണം അവിടെയാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള സ്ലോപ്പ് ഉള്ളത് സ്കീ ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളിടത്തൊക്കെ അധികം തിരക്കില്ലായിരുന്നു. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ഇതായിരുന്നു ഈസി ആയിട്ടുള്ളത്. അപ്പോൾ ഒരു 10 മിനിറ്റ്സ് ബസ് യാത്രയുണ്ടായിരുന്നു നമ്മളുടെ സ്റ്റേ ചെയ്യുന്നിടത്തു നിന്നും ഈ സൗത്ത് പോയിന്റിലോട്ട്. അങ്ങനെ നമ്മൾ അവിടെ വന്നു. നമ്മളും ട്രൈ ചെയ്തു സ്കീയിങ്. വളരെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒരുപാട് വട്ടം വീണു. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വട്ടം വീണു. പക്ഷെ തോറ്റുകൊടുത്തില്ല. വീണ്ടും വീണ്ടും നമ്മൾ കയറി. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. വൺസ് ഇൻ എ ലൈഫ് നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെ നമ്മൾ ട്രൈ ചെയ്തത്. ഞാൻ കയറിപ്പോയിട്ട് മുകളിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അരിഞ്ചേട്ടന് വരികയാണ്. എന്നെ കയറ്റി വിട്ടിട്ടാണ് അരിഞ്ചേട്ടന് വന്നത്. നമുക്ക് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അങ്ങോട്ട് നിൽക്കില്ല. നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നിൽക്കില്ല. പക്ഷെ നമ്മൾ കുറേ വട്ടം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം എന്തെങ്കിലുമൊക്കെ ഇച്ചിരിയെങ്കിലുമൊക്കെ ആകും കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഇതുവഴി നമ്മളിങ്ങനെ കയറി പോയിട്ട് ഏറ്റവും ടോപ്പിൽ ചെല്ലും. ടോപ്പിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് സ്കീയിങ് ചെയ്ത് വരും. നോക്കി എന്ന നല്ല അടിപൊളി വ്യൂ ആ. ഇത് നമ്മളുടെ മുകളിൽ ചെന്ന് കഴിയുമ്പം ശരിക്കും പറഞ്ഞാൽ അവിടെ ഡേ ലൈറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സൺലൈറ്റ് ആയിട്ടില്ല. അപ്പം നല്ല അടിപൊളിയായിരുന്നു കാണാൻ. ആ ഭാഗമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു ഈവനിങ് 2:00 ഒക്കെ ആയി കാണും. ആഫ്റ്റർനൂൺ 2:00 ഒക്കെ ആയി കാണും. ആ ടൈമിലായിരുന്നു ഈ വ്യൂ ഒക്കെ. നല്ല അടിപൊളി സൂപ്പർ വൈബായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് വലിയവരെക്കാട്ടിലും ഈ ശരിക്കും പറഞ്ഞാൽ ഈ സ്കീയിങ്ങിന് വരുന്ന കൊച്ചു കുട്ടികളാണ് കേട്ടോ. ശരിക്കും അത് കണ്ടിട്ട് അത്ഭുതം തോന്നും. നമ്മൾ ഈ റീൽസിലൊക്കെ അല്ല കണ്ടിട്ടുള്ളൂ കുഞ്ഞ് ബേബീസൊക്കെ ഇങ്ങനെ പോകുന്നത്. പക്ഷെ ശരിക്കും അവിടെ അങ്ങനെയാണ്. അമ്മമാരുടെ കൂടെ അല്ലെങ്കിൽ അച്ഛന്മാരുടെ കൂടെ കൊച്ചു ബേബികൾസ് അല്ലെങ്കിൽ ടോഡ്ലേഴ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ സ്കീയിങ് ഒക്കെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. നമ്മൾ തിരിച്ച് നമ്മളുടെ അവിടെ വന്ന് നമ്മളുടെ എക്യുപ്മെൻറ്റ്സ് എല്ലാം കൊടുത്ത് അപ്പോഴത്തേക്കിനും ഈവനിങ് ആയായിരുന്നു. ഒരു 5:30 ആയായിരുന്നു. നമ്മൾക്ക് അവിടെ നിന്ന് തിരിച്ച് റൊവേനിയമി വരികയും വേണമായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് ആണല്ലോ കഴിക്കേണ്ടത്. ഞങ്ങൾ ചൂസ് ചെയ്ത റെയിൻഡിയറിൻ്റെ മീറ്റായിരുന്നു. നല്ല യമ്മി ആയിരുന്നു കേട്ടോ. എങ്ങനെ ടേസ്റ്റ് ഉണ്ടാകുമെന്ന് ഭയങ്കര ഒരു ഇതായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ബെറീസ് അവിടെ ഒരു സുലഭമായി കിട്ടുന്നതുകൊണ്ട് എല്ലാത്തിൻ്റെയും സൈഡിൽ ബെറീസ് കാണും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ട്രൈ ചെയ്തു. അതിനുശേഷം നമ്മൾ നേരെ ഹോട്ടലിലേക്കാണ് പോയത്. ഹോട്ടലിൽ പോയി നമ്മളുടെ സാധനങ്ങൾ എടുത്ത് തിരിച്ച് റൊവേനിയമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോയിൽ. ബൈ ബൈ.